എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. ഈ ഒരു മഴക്കാലത്ത് 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു പലഹാരമാണ്. ഇനിയിപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള കാര്യങ്ങൾ മാത്രം മതിയാകും. അധികം ഒന്നും എണ്ണ കുടിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായ ടൊമാറ്റോ സോസിന്റെ ഒപ്പം സെർവ് ചെയ്യാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കടകളിൽ നിന്നും ചായപ്പലഹാരങ്ങളൊന്നും തന്നെ വാങ്ങാതെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഈസിയായിട്ട് ഇനി എല്ലാവർക്കും പലഹാരങ്ങൾ തയ്യാറാക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വളരെ എളുപ്പത്തിൽ നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാളയും 2 ഉരുളക്കിഴങ്ങുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ സവാള നല്ല നൈസായിട്ടൊന്ന് കട്ട് ചെയ്തുകൂടെ വെക്കണം. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറ ഇളകാതിരിക്കാനും വേണ്ടിയിട്ട് അല്പം വെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടതും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സവാള ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള നമ്മുടെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി കൂട്ടി കുഴച്ചെടുക്കണം. സവാളയിലെ ജ്യൂസ് മുഴുവനും തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് എടുക്കണം. അതുവരെയാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അതുപോലെ സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് വേണോട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ടും. കൈകൊണ്ട് നല്ല പോലെ കുഴച്ചെടുത്ത സവാള ഇപ്പോൾ സോഫ്റ്റ് ആയിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങൊന്ന് പിഴിഞ്ഞുകൂടെ എടുക്കണം. വെള്ളമെല്ലാം പിഴിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ചേർക്കാം. സവാളയിലേക്ക് ഉരുളക്കിഴങ്ങും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് പെരിഞ്ചീരകവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ചതച്ച മുളകും കൂടെ. ഇനി നമ്മുടെ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ പൊടിയായി കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് 2 പച്ചമുളകാണ്. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ എരിവ് നോക്കി വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ആയാൽ പിന്നെ നമുക്കിതിലേക്ക് വറുത്ത അരിപ്പൊടി 1/2 കപ്പ് അളവിൽ ചേർക്കാം. അരിപ്പൊടിയുടെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ മൈദപ്പൊടി കൂടെ ചേർക്കാം. മൈദപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം കുഴച്ചെടുക്കാനായിട്ടും. സവാളയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം കൊണ്ട് നമുക്ക് ഈ പൊടി നനച്ചെടുക്കാനും സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അളവൊക്കെ കൂടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് വരുവാണെങ്കിൽ 1/2 കപ്പ് തൈര് കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നല്ലപോലെ ഉരുണ്ട് പാകമായി തുടങ്ങിയാൽ കൈകൊണ്ട് മയം വരുന്നത് വരെയും നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന രീതിയിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടതും. നമ്മൾ ഈ പൊടിയിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ല പോലെ പാകത്തിലായിട്ടുള്ള മാവ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇനി മാവൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. 1/2 മണിക്കൂറിന് ശേഷം മാവൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ മാവ് അല്പം ലൂസായിട്ടാണ് ആയി വന്നിട്ടുള്ളത്. കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ആയി കിട്ടിയിട്ടുള്ളതും. ഇനി ഉടൻ തന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. കുഴച്ചു വെച്ച മാവിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം നമുക്കിന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. നമ്മൾ ഉരുളകളായിട്ട് എടുത്തിട്ടാണ് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നതും. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെയാണ് ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ബോൾസും ഒന്ന് ഉരുട്ടിയെടുക്കാം. അടുത്ത കാലത്തായിട്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും കുപ്പിവളകളിട്ടാണ് ഓരോ പാചകം ചെയ്തുകൊണ്ടിരുന്നതും. ഓരോ ആളുകളുടെയും കമന്റുകൾ വായിച്ചത് കൊണ്ട് മാത്രമാണ് കുപ്പിവളകൾ ഞാൻ ഊരി മാറ്റി വെച്ചിരുന്നതും. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും കുപ്പിവളകൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുപ്പിവള ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ ബോൾസ് എല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോ ബോളും ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. പൊരിക്കാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് മുരിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ഉൾഭാഗം വേവാതെയും ആയി പോകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചെടുക്കേണ്ടതും. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമ്മുടെ ബോൾസ് എല്ലാം നല്ല കളറൊക്കെ മാറി മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി മുരിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഈ ബോൾസ് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. നല്ല സ്വർണ്ണ നിറത്തിൽ നമ്മളിവിടെ എല്ലാ ബോൾസും ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. രണ്ടാമതും നമുക്ക് ഇതുപോലെ തന്നെ ബോൾസുകൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മുരിച്ചെടുക്കാം.
എടുക്കാം. വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായപ്പലഹാരമാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെയാണ് നമുക്കിത് പൊരിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള മസാലപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒക്കെ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് വളരെ തന്നെ സ്വാദ് കൂട്ടുന്നതുമാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇറച്ചിക്കറികളുടെ ഒപ്പം സെർവ് ചെയ്യാനും വളരെ തന്നെ ടേസ്റ്റ് ആണ്. അങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു ചായപ്പലഹാരത്തിന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.